ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഹരേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ആഞ്ജനേയസ്വാമിനേ നമഃ. അധ്യാത്മരാമായണം നിത്യപാരായണം 11. കഴിഞ്ഞ ദിവസത്തെ പാരായണത്തിൽ വിശ്വാമിത്ര മഹർഷിയുടെ ഹോമമെല്ലാം സമ്പൂർണമായതിന് ശേഷം ശ്രീരാമ ലക്ഷ്മണന്മാരെയും കൂട്ടി വിശ്വാമിത്ര മഹർഷി യാത്രയാവുകയാണ്. അപ്പോൾ മാർഗമധ്യേ ആകർഷകമായ ഒരു ആശ്രമം കണ്ട് ഒന്നും അറിയാത്തതുപോലെ ആ ആശ്രമം ആരുടേതാണ്, ഈ ആശ്രമത്തിലെ പ്രത്യേകതകൾ എന്താണെന്നെല്ലാം ചോദിക്കുകയാണ്. ആ ഭാഗത്താണ് നാം നിത്യപാരായണം 10 നിർത്തിയത്. ഇന്നത്തെ പാരായണത്തിൽ അഹല്യ മോക്ഷമാണ് പറയുന്നത്. ബാലകാണ്ഡം തുടരുകയാണ്. നമുക്ക് നോക്കാം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഇന്നത്തെ ഭാഗം അഹല്യാമോക്ഷമാണ്. ഗൗതമ മുനിയുടെ പത്നിയായ അഹല്യ എങ്ങനെയാണ് ശിലയായി മാറിയതെന്നും ആ സാഹചര്യം എന്തായിരുന്നു എന്നും ഇന്നത്തെ പാരായണത്തിൽ പറയുന്നുണ്ട്. എന്നതു കേട്ടു വിശ്വാമിത്രനോ മുര ചെയ്തു പന്നകശായി പരൻ തന്നോടു പരമാർത്ഥം. കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാ നീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനി. ഗംഗാരോധസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴും കാലം. ലോകേശൻ നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യ കന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിധാതാവും. കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരായവർ ഭർതൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നെ പത്നിയായോരഹല്യയോടും ചേർന്ന് പർണശാലയിലത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ട് ദുഷ്യവനനും കുസുമായുധവശനായാൻ. ചെന്തൊണ്ടി വായ്മലരും പന്തൊക്കെ മുലകളും ചന്തമേറിയിടും തുടക്കാമ്പൂം ആസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമുഖൻ. ചെന്താർബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദര ഗാത്രിരൂപം ചിന്തിച്ചനങ്കാന്ധനായി വന്നാനല്ലോ. അന്തരാത്മനി വിബുദ്ധേന്ദ്രനു മദീനിപ്പോൾ അന്തരം വരാതെയോരന്തരമെന്തെന്നോർത്തു
ലോകേശാത്മജ സുതനന്ദനനുടെ രൂപം നായകൻ കൈക്കൊണ്ടന്ത്യയാമാദിയിങ്കൽ സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരമന്തര പുക്കാനുട ജാന്തരേ പരവശാൽ സൂത്രമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയിലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാദി മുനി ശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായി എത്രയും വേപതു പൂണ്ടു നിന്നാൻ തന്നെ രൂപം പരിഗ്രഹിച്ചു വന്നവൻ തന്നെ കണ്ടതീ കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി സത്യമെന്നോടു ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായിൽ ഭസ്മമാക്കിയിടുവൻ ചൊല്ലിനാനതോ നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനകം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പൊറുത്തു കൊള്ളേണമേ സഹസ്രഭഗനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രന് ശപിച്ചാശ്രമമകം പുക്കപ്പോൾ അഹല്യയും വേപതു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർത്ഥ്യം നന്നു പാരം ദുഷ്കൃതമൊടുങ്ങുവാനിതിന്നു ചൊല്ലിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുസ്തര മഹാവ്രതം കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ഭജിച്ചിവിടെ വസിക്കണം നീഹാരാതപവായു വർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നുമിവിടെ വരാ കാനനദേശേ മദീയാശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനോ മനോജനും ശ്രീരാമപാദാംബോജ സ്പർശമുണ്ടായിടുന്നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പിനാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ഭൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാമെന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം പൂക്കാനന്നു തൊട്ടി വീടേ വാണിടിനാളഹല്യയും നിന്തിരുമലരടി ചെന്തളിർ പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താനമേ ചിന്താമണേ ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനായ ഗൗതമ പത്നിയുടെ കൽമഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ ഗാധിനന്ദനൻ ദാശരഥിയോടെ ദേവം പറഞ്ഞാശു തൃക്കൈയും പിടിച്ചുടജാങ്കണം പൊക്കാൻ ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപമഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീപാദാംബുജം മെല്ലെ വെച്ചിതു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നി
പത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായീതഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. താപസ ശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസ സഞ്ജയം നീങ്ങുമാറു സോദരനോടും താപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷത്തോടും സുസ്മിത വക്ത്രത്തോടും ശ്രീവാസാംബുജദല സന്നിഭ നേത്രത്തോടും വാസവ നീലമണി സങ്കാശഗാത്രത്തോടും വാസവാദ്യമരൗഘവന്ദിത പാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായീതഹല്യയ്ക്കും തന്നെ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോടു മുന്നമുര ചെയ്തതു മൂർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥനർണോജ വിലോചനൻ പത്മജാ മനോഹരൻ ഇത്തമാത്മനി ചിന്തിച്ചുദ്ധാനം ചെയ്തു ഭക്തി സത്വരമർഘ്യാദികൾ കൊണ്ടു പൂജിച്ചിടിനാൾ. സന്തോഷാശ്രുക്കളൊഴുകിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ. ഓം ശ്രീരാമജയം. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമ. ഭഗവാനെ കാത്തുകൊള്ളേണമേ. നിത്യപാരായണം 6 മുതൽ ഇന്ന് വായിച്ചതും കൂടി, അതായത് 11ാമത്തതും കൂടി ചേർത്ത് വായിച്ചാൽ കർക്കിടക പാരായണം 2ാം ദിവസമായി. എല്ലാവർക്കും ഭഗവത് കൃപയുണ്ടാകട്ടെ.